ഇത് നമുക്കൊരു സാംസങ് A53 ഒരു ഫോൺ കിട്ടിയിട്ട് ടച്ച് നോട്ട് വർക്കിംഗ്. ടച്ച് വർക്കാകുന്നില്ല. ഞാൻ അതിലേക്ക് HDI ആൻഡ് SCL ലൈൻ ലോജിക് അനലൈസ് മുഖാന്തരം കണക്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇതാണ് HDI ആൻഡ് SCL ലൈൻ വരുന്നത്. ഇവിടെ ഞാൻ HDI ആൻഡ് SCL ലൈന് ചാനൽ 1 ചാനൽ 2 മുഖാന്തരം കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിതിൽ പ്രശ്നം കാണാം. I2C ലൈനിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും ഡാറ്റാസ് വരുന്നുണ്ട്. HDI ചാനൽ 1 ആണ്, ചാനൽ 0 എന്നിവിടെ കാണിക്കും. ചാനൽ 0 ഈസ് HDI, ചാനൽ 1 ഈസ് SCL. ഇവിടെ ക്ലോക്ക് ലൈൻ വരുന്നില്ല, കാണുന്നുണ്ടോ? നിങ്ങൾക്ക് ഡാറ്റ ലൈൻ വരുന്നുണ്ട്, ബട്ട് ക്ലോക്ക് ലൈൻ വരുന്നില്ല. നിങ്ങൾ ടൈമിങ്സ് കൂട്ടി നോക്കിയാൽ മതി. ഡാറ്റ ലോജിക് ലോ, ലോജിക് ഹൈ ആകുന്നുണ്ട്, ബട്ട് ക്ലോക്ക് ലൈൻ്റെ ഒരു അനക്കോ അല്ലെങ്കിൽ ഒരു കാര്യങ്ങളും ഇതാകുന്നില്ല. സോ ഈ സമയത്തിൽ ഞാൻ ടൈമിംഗ് കുറച്ച് സ്ലോ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇവിടെ മൊബൈലിൻ്റെ ബാക്കിൽ ഇതായിരിക്കും ഈ സൈഡ് പ്രസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം ലോജിക് ലോ, ലോജിക് ഹൈ, ക്ലോക്ക് ലൈനും ഡിറ്റക്റ്റ് ആകുന്നുണ്ട്. ബട്ട് ഇപ്പോൾ ടച്ച് വർക്കാവില്ല. ഇതേ രീതിയിൽ പാക്ക് ചെയ്യുവാണെങ്കിൽ മാത്രമേ, ഇപ്പോൾ ക്ലോക്ക് ലൈൻ ആക്റ്റീവാണ് ആൻഡ് നമ്മളെ HDI ലൈനും വർക്കിങ്ങിലാണ്. ബട്ട് ഞാൻ എങ്ങനെ കൈ എടുക്കുന്നത്? ഡാറ്റ ലൈന് വരുന്നുണ്ട്, ബട്ട് ക്ലോക്ക് വരുന്നില്ല. ഇവിടെ കൈ എടുത്ത് ബട്ട് അവിടെ ഡാറ്റ വരുന്നുണ്ട്, ക്ലോക്ക് വരുന്നില്ല. സോ ഇപ്പോൾ എന്താ മിസ്സിങ് എന്താണെന്ന് പറഞ്ഞാൽ ഇന്നർ ലെയറാണ് മിസ്സിങ്, ഇല്ലെങ്കിൽ CPUൻ്റെ ഉള്ളിലത്തെ ലൈനാണ് മിസ്സിങ് വരുന്നത്, CPUൻ്റെ ഉള്ളിലത്തെ ക്ലോക്ക് ലൈന്. സോ പ്രസ് ചെയ്യുന്ന സമയത്തിൽ മാത്രമേ ടച്ച് പാഡ് ഉറക്കുന്നുള്ളൂ. ഇവിടെ ടച്ച് പാഡ് ഇപ്പോൾ ഉറക്കാവില്ല. ഇത് ഇനി ഒരിക്കൽ അതേപോലെ പ്രസ് ചെയ്തിട്ട് ഞാൻ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്ത് ഓൺ ചെയ്യുമ്പോൾ മാത്രമേ ടച്ച് ഉറക്കാവുള്ളൂ. സോ ഒന്നോ ഇത് സ്ക്രാച്ച് ചെയ്ത് എവിടെയാണ് ഡാമേജ് ആയിട്ടുള്ളത് അവിടെ സ്ക്രാച്ച് ചെയ്ത് എനിക്ക് ജമ്പർ അടിക്കണം, ഇല്ല CPU റിമൂവ് ചെയ്തിട്ട് CPUൻ്റെ ഉള്ളിൽ നിന്ന് എനിക്ക് മൈക്രോ ജമ്പർ അടിക്കേണ്ടി വരും. സോ എങ്ങനെ ചെയ്യും നോക്കിക്കൊണ്ട് പോവാം. ഓക്കെ, നമ്മൾ ചെക്ക് ചെയ്തിട്ടാകുമ്പോൾ ഈ ലെയർ ഇതിൻ്റെ നടുവിലാണ് മിസ്സിങ് വരുന്നത്. സോ ഇതാണ് HDI ലൈൻ, ഇത് താഴത്തെ SCL ലൈൻ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കണക്ഷനാണ്. HDI ലൈൻ ഇതിൻ്റെ ഒപ്പം കണക്റ്റഡ് ആണ്, ബട്ട് SCL ലൈൻ ഇതിൻ്റെ ഒപ്പം കണക്റ്റഡ് അല്ല. അപ്പോൾ ഇതിൻ്റെ നടുവിൽ എന്തായിട്ടുണ്ട്, ലൈൻ ബ്രേക്ക് ആയിട്ടുണ്ട്. നമുക്കുള്ള സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഇവിടുന്നൊരു ജമ്പർ അടിച്ച് ഇടത്തേക്ക് അടിച്ചു കൊടുക്കാനാണ്. ഇവിടുന്നൊരു ജമ്പർ എടുക്കുക, എടുത്ത് കടിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് CPU റിമൂവ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, ഞാൻ സ്കെമാറ്റിക്കിൽ കാണിച്ചു തരാം. ഇത് ഈ പോയിന്റ് ഇവിടുന്നാണ് ലൈന് പുറപ്പെടുന്നത്. അപ്പോൾ ഇവിടെയാണ് അതിൻ്റെ ലൈൻസ് വരുന്നത്, ഇവിടുന്ന് കണക്ഷൻസ്. അപ്പോൾ ഇവിടത്തേക്ക് ഒരു TP പോയിന്റ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് ലൈൻസ് കട്ടാകുന്നത്. സോ നിങ്ങൾക്ക് ഇവിടുന്ന് എടുത്തേക്ക് വേണമെങ്കിൽ SL ലൈൻ ജമ്പർ അടിക്കുക, ഇല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ജമ്പർ എടുത്തിട്ട് നിങ്ങൾക്ക് നേരെ ഇവിടെ വരാം, ഇവിടത്തേക്ക് കൊണ്ടുവന്നിട്ട് അടിക്കുക. നിങ്ങൾക്ക് ഏതാണോ ഈസി ആകുന്നത് അത് നിങ്ങൾക്ക് ചെയ്യാം. അല്ല CPU റീബോൾ ചെയ്തിട്ടും കൂടി നിങ്ങൾക്ക് CPUൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ജമ്പർ പുറത്തോട്ട് എടുക്കേണ്ടി വരും ഇവിടത്തേക്ക് അടിക്കാനായിട്ട്. എന്നിട്ട് ബാറ്ററി ഇവിടെ ജസ്റ്റ് ഒന്ന് സ്ക്രാച്ച് ചെയ്യുക, ഇവിടുന്ന് എടുത്തേക്ക് പുറത്തോട്ട് അടിക്കാനേ ഉള്ളൂ, ഇവിടുന്ന് എടുത്ത് ജസ്റ്റ് എടുത്തേക്ക്. ഓക്കെ, ദെൻ ഞാൻ അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ മൊബൈൽ ടച്ച് വർക്കിംഗ്. ഞാൻ പുറത്തുനിന്നല്ല, ഞാൻ ഇവിടുന്ന് തന്നെ ജമ്പർ പുറത്തുനിന്ന് ഡയറക്റ്റാണ് അടിച്ചിട്ടുള്ളത്. ഇൻ കേസ് ഇനിയും കൂടി വാട്ടർ ഡാമേജ് കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് അതും കൂടി ഡാമേജ് ആണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഡയറക്റ്റ് അടിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഫോൺ ഇന്നത്തേക്ക് ഓക്കെയാണ്.